ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പയ്ക്കയാണ്. ഇതിന് ഓമയ്ക്ക എന്നും പേരുണ്ട്. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു കപ്പയ്ക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കപ്പയ്ക്കായ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ കപ്പയ്ക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറുതാണെന്ന് വെച്ചാൽ വെറും ചെറുതല്ല, എന്നാൽ ഒരുപാട് വലുതുമല്ല, ഒരു മീഡിയം വലിപ്പം വേണം. ഇത് ഇത്രത്തോളം ഒരു വലിപ്പത്തിൽ വേണം ഇത് അരിഞ്ഞെടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ കപ്പയ്ക്ക വേവിക്കുന്ന സമയത്ത് അങ്ങ് കുഴഞ്ഞു പോകാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഇതെല്ലാം അരിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മുടെ കപ്പയ്ക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പയ്ക്ക നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ്. അതിനായി പാത്രത്തിലോട്ട് നമ്മുടെ കപ്പയ്ക്ക മുങ്ങി നിൽക്കത്തക്ക പരുവത്തിന് വെള്ളം എടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ ഈ കപ്പയ്ക്ക ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കപ്പയ്ക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതാണ്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കപ്പയ്ക്ക ഒരു പരുവം വെന്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ഒരുപാട് വേവിക്കരുത്, കാരണം എന്ന് വെച്ചാൽ ഇത് ഉടഞ്ഞു പോകും. നമുക്ക് ഇനിയും പഞ്ചസാര ലായനിക്കകത്തിട്ട് വേവിക്കേണ്ടതാണ്. സോ ഒരുപാട് വേവിക്കാൻ നിൽക്കരുത്. ഒരു 10 മിനിറ്റും കൂടെ തീ കുറച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കാം. അതിനായി ഒരു പാത്രം എടുക്കുക. അതിലോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതേ കപ്പിന് 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ പഞ്ചസാര ലായനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര ലായനി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കപ്പയ്ക്ക കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കപ്പയ്ക്ക ഒരിക്കലും ഉടഞ്ഞു പോകരുത്. ആ പരുവത്തിലെ വേവ് നിൽക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കപ്പയ്ക്ക തണുത്തതിന് ശേഷം നമുക്ക് 2 സെർവിങ് ബോളിലോട്ട് മാറ്റാം. പഞ്ചസാര ലായനിയോട് കൂടി തന്നെ നമുക്ക് ഈ കപ്പയ്ക്ക ബോളിലോട്ട് മാറ്റാം. ഫുഡ് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കുന്നത്. എൻ്റെ കയ്യിൽ 2 കളറേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് 2 പാത്രത്തിൽ മാത്രം ഞാൻ കപ്പയ്ക്ക സെർവ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ 2 കൂടുതൽ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാത്രത്തിലോട്ട് നിങ്ങൾക്ക് ഈ കപ്പയ്ക്ക മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ഡ്രോപ്പോളം യെല്ലോ കളർ ഇവിടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി എൻ്റെ കയ്യിലുള്ളത് റെഡ് കളറാണ്. അതും ഇതുപോലെ 2 ഡ്രോപ്പ് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് കുറഞ്ഞത് ഒരു 12 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അതിനുശേഷം മാത്രം നമുക്ക് വെയിലത്ത് വെച്ച് ഇത് ഉണക്കിയെടുക്കാം. അതിനായി ഞാൻ ഒരു പേപ്പറിലോട്ട് നമ്മുടെ കപ്പയ്ക്ക മാറ്റിയിട്ടുണ്ട്. ആ പഞ്ചസാര ലായനി എടുക്കേണ്ട ആവശ്യമില്ല, അതവിടെ നിർത്തിക്കൊണ്ട് നമ്മുടെ കപ്പയ്ക്ക മാത്രം കോരി ഉണക്കാൻ വേണ്ടി ഒരു പേപ്പറിലോട്ട് മാറ്റി വെക്കാം.
അതിനുശേഷം നമുക്ക് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.